പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പരാമർശിക്കുന്ന ആ ഒരു ഗാനം അത് പാടിയിട്ട് ഏതാണ്ട് 5-6 വർഷങ്ങൾക്കപ്പുറം പാടിയൊരു ഒരു സന്ദർഭത്തെ അടർത്തിയെടുത്തിട്ടാണ് ഇന്ന് കേസിന് പോയിട്ടുള്ളത്. അപ്പോൾ ഈ വേടൻ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പക്ഷേ ഈ കേസും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്താണ് വേടൻ്റെ വരികൾ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നാണ് അതിനവർ പറയുന്ന ന്യായം. വേടൻ അന്നു മുതലേ ലങ്കയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, മ്യാൻമറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഫലസ്തീനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ വേടൻ എല്ലാ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ത്യയിൽ നടക്കുന്ന വിവേചനങ്ങളെക്കുറിച്ചും വേടൻ സംസാരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ കാലയളവിലെല്ലാം, ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വേടൻ ഇത് സംവേദനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വേടനെ ഇപ്പോൾ പലപ്പോഴും ആഘോഷിക്കുന്നത് ഈ ദളിത് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ അടക്കമുള്ളവർക്ക് ഇവിടെ ഒരു നമ്മളറിയാത്തൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഭയം ഈ BJP RSS വക്താക്കൾക്ക് വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? അതല്ല, വിസിബിലിറ്റി അവർക്ക് നേരത്തെ മുതൽ തന്നെ ഉണ്ട്. ആ വിസിബിലിറ്റി അവർ അത്രത്തോളം ഭയക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഇതാരാണ്, ഈ കോസിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ ആരൊക്കെ എന്നുള്ളതിലൊരു എന്താ പറയുക നിശ്ചയ രൂപമുണ്ട്. അവരെ നേരത്തെ അറിയാം. അവരും നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ സംവിധാനങ്ങളും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അവരുടെ ശബ്ദത്തിന് കിട്ടുന്ന സ്വാധീനം എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ചും ഒരു ധാരണയുണ്ട്. ഇതങ്ങനെയല്ല, ഇതൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ ഒരു പക്ഷേ പുതിയ തലമുറയായിട്ട് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതെന്താ ശബ്ദമാണല്ലോ, ലഹളയാണല്ലോ, ബഹളമാണല്ലോ, ഇതിലെന്താ പറയുന്നത് എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അത് വളരെ വേഗത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, അത് റെൻഡർ ചെയ്യുന്ന രീതി, സംഗീതമല്ല എന്നൊരുപക്ഷെ നമുക്ക് തോന്നിയേക്കാമെങ്കിലും സംഗീതം എന്ന് പുതിയ തലമുറയ്ക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പാട്ട്, ഇതൊക്കെ വളരെ എളുപ്പം പുതിയ തലമുറയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ സമാജ സൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അധികം വേണ്ടത് പുതിയ തലമുറയിലേക്ക് ഈ പറയുന്ന വിഷത്തിൻ്റെ വ്യാപനം സാധ്യമാക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഇതൊരു തടസ്സമായിട്ട് വരിക. അവിടെ ഇപ്പോൾ നമ്മളുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ദളിത് ഫിലോസഫേഴ്സോ ദളിത് റൈറ്റേഴ്സോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും പട്ടിക വിഭാഗക്കാരുടെയോ പിന്നോക്ക വിഭാഗക്കാരുടെയോ പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കുന്ന, അതിൻ്റെ കൃത്യമായ പൊളിറ്റിക്കൽ വീക്ഷണത്തോടെ അവതരിപ്പിക്കുന്ന ആളുകളെക്കാൾ അപകടകാരിയായിട്ട് ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരൻ മാറും. ഈ ചെറുപ്പക്കാരൻ്റെ പാട്ടുകളിൽ ഒരുപക്ഷെ നമുക്ക് വളരെ ഉപരിപ്ലവമായ കാര്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പരാമർശങ്ങൾ മാത്രം. ഇപ്പോൾ ഫലസ്തീനെക്കുറിച്ച് പറയുമ്പോൾ ഫലസ്തീൻ്റെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമായിരിക്കും ഒരുപക്ഷെ പരാമർശിച്ചു പോവുക. ഇപ്പോൾ ഇവിടുത്തെ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കപട ദേശീയവാദം എന്ന് പറയുന്ന ഒരൊറ്റ വാക്കേ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉലകം ചുറ്റുന്ന ആൾ എന്നുള്ള ഒറ്റ വാക്കേ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നുണ്ടാവില്ല, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പഠിക്കുന്നുണ്ടാവില്ല. ഇതിനൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് കുറെ കൂടെ വിപുലീകരിച്ച് അവതരിപ്പിക്കാനൊന്നും ശ്രമിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇത് മതി. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഇത് കുറെ കൂടെ വേഗത്തിൽ വ്യാപിക്കുകയും കുറെ കൂടെ വേഗത്തിൽ സഞ്ചരിക്കുകയും കുറെ കൂടെ വേഗത്തിൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ അതിനെ ഈ സമാജ സൃഷ്ടിക്കാർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ കേരളത്തിൽ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കുറേ കൂടെ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയിൽ അവർ ഈ പറയുന്ന വിവിധ വിഭാഗങ്ങൾ, ഹിന്ദു എന്ന ലേബലിൽ അവർ ഒട്ടിച്ചു വച്ചിരിക്കുന്ന വിവിധ വിഭാഗങ്ങളുടെ വോട്ട് അവരുടെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയും അവർക്കുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ തകരാറുണ്ടാക്കിയേക്കാം എന്ന തോന്നലും ഇപ്പോൾ ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന റാപ്പർക്കെതിരായ നിരന്തരമായിട്ടുള്ള വിമർശനങ്ങളും കേസും ഒക്കെ കാരണമാകും എന്നാണ് തോന്നുന്നത്.